രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ വയനാട്ടിൽ ജയിച്ചു എന്ന് പറയുന്നത് ഒരു കാര്യം ഉറപ്പല്ലേ? അവിടെ വളരെ പ്രധാനമായ മുസ്ലിം സാന്ദ്രതയുള്ളൊരു കേന്ദ്രമാണ്. 3 മണ്ഡലം മലപ്പുറം ജില്ലയിലാണ്, 1 മണ്ഡലം കോഴിക്കോട് ജില്ലയിലാണ്, മറ്റ് 3 മണ്ഡലമാണ് വയനാടുള്ളത്. അങ്ങനെ 3ഉം 1ഉം 4ഉം 3 7 മണ്ഡലം. ആ ഓരോ മണ്ഡലത്തിലും 10,000-കണക്കിന് SDPIക്കാരുടെയും ജമായത്ത് ഇസ്ലാമികളുടെയും വോട്ട് കൂടി നേടിയിട്ടാണ് ഈ പ്രിയങ്ക ഗാന്ധി ഇപ്പോഴവസാനം, അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും ജയിച്ചത് എന്ന് പറയുമ്പോൾ പൊള്ളണ്ട. അതുകൊണ്ട് മാത്രമാണ് ജയിച്ചത് ഞങ്ങൾ പറയുന്നില്ല, പക്ഷേ അതുകൂടി ചേർത്താണ് നിങ്ങൾ ജയിച്ചത്. അതങ്ങനെ തന്നെ വിശകലനം ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങളാണ്, കോൺഗ്രസ്സാണ് ഗുണഭോക്താവ്. ഈ ഭൂരിപക്ഷത്തിൻ്റെയും ന്യൂനപക്ഷത്തിൻ്റെയും വർഗീയ ശക്തികളെ ഒപ്പം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാനാണ് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനം നമ്മൾ കണ്ടല്ലോ തൃശ്ശൂർ, അതുപോലെ പാലക്കാട്. തൃശ്ശൂർ BJP ആരാ ജയിപ്പിച്ചത്? തൃശ്ശൂർ ആരാണ് ജയിപ്പിച്ചത് എന്നുള്ളത് കൃത്യമായ ഉത്തരവുണ്ടല്ലോ. 86,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ഇല്ല, 86,000. 74,000 വോട്ടിനാണ് അവിടെ ജയിക്കുന്നത് BJP. 74,000 വോട്ടിന് ജയിക്കുന്നു. 86,000 വോട്ട് കോൺഗ്രസിൻ്റെ വോട്ട് ഇല്ല. 3-ാം സ്ഥാനത്ത്, ഞങ്ങൾ 2-ാം സ്ഥാനത്ത്. ഞങ്ങൾക്ക് 16,288 വോട്ട് കൂടുതൽ, നിങ്ങൾക്ക് 86,000 വോട്ട് കുറവ്. ആ കുറഞ്ഞ വോട്ട് ഏതൊക്കെയാ? ക്രിസ്ത്യൻ വോട്ട് ഉൾപ്പെടെയാണ്. അതെവിടെയാ പോയേ? BJPക്ക്. മുമ്പ് നിയമം കണ്ടതുപോലെ, ഓരാലോവല്ല ജയിപ്പിച്ചതുപോലെ കോൺഗ്രസ് തന്നെയാണ് തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സുരേഷ് ഗോപി വെറുതെ ജയിച്ചതല്ല, കോൺഗ്രസിൻ്റെ ചെലവിലാണ്. ഇപ്പോൾ AK ആന്റണി ഉൾപ്പെടെയുള്ള ആളുകൾ പാലക്കാട് വലിയ രീതിയിൽ മുന്നേറി, ഭയങ്കര ഭൂരിപക്ഷം. എവിടുന്നാ ഭൂരിപക്ഷം? 10,000 വോട്ട് ഞങ്ങളുടേതാണ് എന്ന് SDPI പത്രസമ്മേളനം വിളിച്ച് ആ നിയോജക മണ്ഡലത്തിൽ പ്രഖ്യാപിച്ചു. 10,000. ജമായത്ത് ഇസ്ലാമിനുണ്ട് 3,000 വോട്ട്. BJPയിൽ നിന്ന് 4,500 വോട്ട് നിങ്ങൾ വാങ്ങി. അത് വാങ്ങിയതാണ്. മറ്റ് 2 വിഭാഗത്തെയും നിങ്ങൾ ഉപയോഗിച്ചതാണ്. എത്രയായി ഈ വോട്ട്? നിങ്ങൾ 18,000 വോട്ടിന് ജയിച്ചപ്പോൾ മഹാത്ഭുതകരമായ സംഭവമാണ് എന്ന് ആന്റണി പറഞ്ഞില്ലേ? ഒരത്ഭുതമില്ല. ജമായത്ത് ഇസ്ലാമിയുടെയും SDPIയുടെയും ഭൂരിപക്ഷ വർഗീയതയുടെ ഭാഗമായ RSSൻ്റെയും വോട്ട് നേടിയിട്ടാണ് രാഹുൽ മാക്കൂട്ടം ജയിച്ചത്. എന്നിട്ട് അസംബ്ലി കയറിയിട്ട് ഞാൻ വർഗീയതക്കെതിരായിട്ട് ഞങ്ങൾ ജയിച്ചു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം എന്ന് പറഞ്ഞാൽ അവിടെയുള്ള MLA-മാരെല്ലാം പരിഹസിച്ചു. എവിടെ നിങ്ങൾ വർഗീയതക്കെതിരായിട്ട് പൊരുതിയത്? ദൂരവ്യാപകമായ ഫലമുളവാക്കുന്നതാണ് ലീഗിനായാലും കോൺഗ്രസിനായാലും ഈ നിലപാട്. ഞങ്ങളെ സംബന്ധിച്ച് ഇതിനെ അതിശക്തിയായിട്ട് എതിർത്തുകൊണ്ട് മാത്രമേ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കൂ. അപ്പോൾ ഭൂരിപക്ഷ വർഗീയതയ്ക്കും ന്യൂനപക്ഷ വർഗീയതയ്ക്കുമെതിരായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരള ഗവൺമെൻറ്റിനെ തകർക്കാൻ ശ്രമിക്കുന്ന പ്രതിരോധത്തിനെതിരായി, അതിൻ്റെ ഒപ്പം നിൽക്കുന്ന മാധ്യമ ശൃംഖലയുടെ ഈ കള്ളപ്രചാരവേലക്കെതിരായി, ഇതിനെല്ലാം എതിരായി നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം.